ഇന്ന് നേതാവ് നാളെ രാജാവ് എന്നും ജേതാവ്. രാജേന്ദ്രണ്ണാ, കയ്യബത്തൊന്നും കാണിക്കരുത്, പോലീസിൽ അറിയിക്കരുത്. നിങ്ങളുടെ ഭാര്യയുടെ അനിയത്തി മിസ്സായിട്ട് ഒരു 1.5 ദിവസമല്ലേ ആയുള്ളൂ. നമ്മൾ ഈ പോലീസിൽ അറിയിച്ചാൽ എന്താ കുഴപ്പമെന്ന് അറിയാവോ? പത്രത്തിൽ വരും, TV വരും, ആകെ പ്രശ്നമാകും, നാണക്കേടാകും. നമുക്കിത് രഹസ്യമായിട്ട് ഒന്ന് അന്വേഷിക്കാം. ആളുണ്ട്. നമ്മുടെ ചെല്ലവച്ചയുടെ മോനില്ലേ, ഡിറ്റക്റ്റീവ് ഉഗ്രൻ. അത്യാവശ്യം ഉച്ചയ്ക്ക് ഊണും മീൻ വറുത്തതും മേടിച്ചു കൊടുത്താൽ അവൻ റെഡിയാക്കി തരും. അവനെ വിളിച്ചിട്ടുണ്ട്, ആള് വന്നിട്ട് വരുമെന്ന് നിങ്ങൾ പോലീസ് പറയല്ലേ കേട്ടോ. ഞാൻ ഡിസ്റ്റർജന്റോ ഡിക്ഷണറി ഡിറ്റക്റ്റീവോ ഉഗ്രൻ. തുടക്കം തെളിച്ചിട്ട് ഉഗ്രനാണ്. അല്ല, അതല്ല പറഞ്ഞത്, ഞാൻ എന്റെ പേരാണ് പറഞ്ഞത്, ഡിറ്റക്റ്റീവോ ഉഗ്രൻ. എന്തിനാണ് ഈ ഉഗ്രൻ എന്ന് പേരിട്ടേക്കുന്നത്? കാരണം എന്താന്ന് ചോദിച്ചാൽ അത് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഇട്ട പേരാണ് ഈ ഉഗ്രൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ല? കാരണം ഞാൻ എന്ത് പോഴത്തരം കാണിച്ചില്ല, അതാരാ കാണിച്ചത്? ഉഗ്രൻ എന്ന് പറയുമ്പോൾ എനിക്കൊരു പഞ്ച് കിട്ടിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ കാണിച്ചു വെച്ചൊരു സംഭവമാണ്. നമ്മളെ ആ ഇന്റർവ്യൂവിനകത്ത് ചെയ്യുന്ന ആ ചേട്ടനില്ലേ, പുള്ളി നമ്മളെ നിരീക്ഷിക്കുന്നു. ഇന്റർവ്യൂവിനകത്ത് അഭിനയിക്കുന്ന പുള്ളിയല്ല, പുള്ളി സിനിമാ താനല്ല, ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നു. ഞാൻ അതിനകത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ, അതാ ഞാൻ ഈ ചോദിച്ചത്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരെയും നമ്മളൊരു സംശയത്തിന്റെ നിഴലിലൂടെ മാത്രമേ നമ്മൾ കാണാവുള്ളൂ. അത് നല്ലതാ, പക്ഷേ നിന്നെ വിളിച്ചിട്ട് ഫോൺ കിട്ടില്ല. ഫോൺ എന്തേ? ഫോൺ എന്റെ പെണ്ണുങ്ങളുടെ അടുത്ത് മാറ്റി വെച്ചേക്കുവായിരുന്നു. അതെന്ത് പറ്റി? കുറച്ച് ദിവസങ്ങളായിട്ട് അവൾ എന്നെ ഒരു സംശയത്തിന്റെ നിരീക്ഷണത്തിലാണ് കാണുന്നത്. ചാറ്റ് ബുക്കിയല്ലേ? 3 റസിയ, ജോസിന, രേഷ്മ. ഇതിന്റെ ഇടയ്ക്ക് മതസൗഹാർദ്ദം വളർത്തുന്ന ആ മനസ്സ് സമ്മതിക്കാൻ നിവൃത്തിയില്ല. താങ്ക് യു. ഞാൻ എന്തോരം വളർത്തിക്കൊണ്ട് വന്നാലും ഇവിടുത്തെ കണ്ടുപിടിച്ചിട്ട് എന്നെ അങ്ങ് തളർത്തിക്കളെ. അങ്ങനെ സംഭവിച്ചു. എന്താ താമസം എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ഒരു വലിയ അന്വേഷണത്തിലായിരുന്നു. മോഷണം, കൊലപാതകം. പിന്നെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഷൂ ഒരു പട്ടി എടുത്തുള്ളൂ. അവസാനം പിന്നെ ഷൂ കിട്ടിയില്ല, പിന്നെ അച്ഛന്റെ കയ്യിൽ ചുറ്റിക്കൊണ്ടു. കാരണം നമ്മുടെ ആ റൂട്ട് നമ്മൾ കൊണ്ടെത്തിക്കണമല്ലോ. ഓക്കെ അതെ. എന്താ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് എന്നെ ഡിറ്റക്റ്റീവ് ഒന്ന് വിളിച്ചേക്കണേ. ഡിറ്റക്റ്റീവ് അങ്ങനെ ഒന്ന് വിളിച്ചേക്കണം. അതെന്തിനാ അങ്ങനെ വിളിക്കുന്നത്? അല്ലെങ്കിൽ വലിയൊരു ഓർക്കും നിങ്ങൾ ട്രാക്കുളയായിട്ടൊന്ന് വർത്താനം പറയുമായിരിക്കും. ആ ഫീൽ വരുത്താതിരിക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, എന്തായിരുന്നു വിളിച്ചത്? ഫോണിലാ വിളിച്ചത്. കൊടുക്ക, നല്ലൊരു കൈ കൊടുക്കുക. സാധനം കേട്ടിട്ട് കൈ കൊടുക്കാതിരിക്കുന്ന ഭയങ്കരമായിട്ട്. ഫോണിലാ വിളിച്ചത്. എടോ പുഴിഞ്ഞ മെമ്പറാ, താൻ എല്ലാ കാര്യത്തിനും എല്ലാം വിളിച്ചാനാ ഞാൻ ഈ ചോദിച്ചത്. ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പാസ് ചെയ്യാനാണ് നിന്നെ വിളിച്ചത്. പിന്നെ തന്റെ കയ്യിൽ ഇമ്പോർട്ടന്റ്. ഞാൻ വെള്ളിയാഴ്ചക്കാരൻ അണ്ണാച്ചിയല്ലേ? കൊടുക്കും നല്ലൊരു കൈയടി ഈ സാധനം. താങ്ക് യു വെരി മച്ച്. അളിഞ്ഞ സാധനത്തിന് ഒരു കൈയടി. അല്ല, നിങ്ങൾ എന്തിനു വിളിച്ചു വരുത്തിയെന്നുള്ള കാര്യം പറയാം. ഞാൻ പറഞ്ഞ നമ്മുടെ രാജേന്ദ്രന്റെ ഭാര്യ ഉണ്ടല്ലോ, ഭാര്യയുടെ അനിയത്തിയുടെ ഇതൊന്ന് എടുത്തു വെച്ചോട്ടെ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു. നിങ്ങൾ പറഞ്ഞു, ഞാൻ ശ്രദ്ധിക്കാം. രാജേന്ദ്രന്റെ ഭാര്യ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. നിങ്ങൾ പറയാൻ പറഞ്ഞു. രാജേന്ദ്രന്റെ ഭാര്യയുടെ അനിയത്തി ഇവിടെ കുളിക്കാൻ വന്നു. ഇപ്പോഴല്ലടാ, ഇന്നലത്തെ കേസ് കേട്ടാ. ഇന്നലത്തെ കാര്യമായിരുന്നു. അപ്പൊ ഇങ്ങനെ കുളിക്കാൻ വന്ന സമയത്ത് ഈ പടവേൽ ഇങ്ങനെ തുണിയെല്ലാം വെച്ചിട്ട് ഒരു 6:30 ആയി കാണും. ഓക്കെ. എന്നിട്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങി വെള്ളം. എന്ത് നീ ആലോചിക്കുന്നേ? ഞാൻ ആലോചിച്ചല്ല, ഞാൻ ആ വിഷ്വല് മനസ്സിൽ പിടിക്കുവായിരുന്നു. എന്നിട്ട് സോപ്പെടുത്ത് തേക്കുന്നു. പിന്നെ പറയുന്ന കേക്ക്. ഈ സ്റ്റെപ്പ് ഇറങ്ങി വെള്ളത്തിലോട്ട് ഇറങ്ങിയും മിസ്സായി. പെണ്ണിന്റെ പേരെന്നാ പറഞ്ഞു? ഉമ്മ. എന്നാ ഉമ്മയെന്നായിരിക്കല്ലോ, ഉപ്പെന്നായിരിക്കും. അതെന്താ? വെള്ളവുമായിട്ട് മിക്സ് ആയി പോയെന്ന് പറഞ്ഞു. ഓഹോ, ഉമ്മയെന്നാ പേര്. ഓക്കെ, ഞാൻ അങ്ങനെയാണ് 2-3 ചോദ്യങ്ങൾ ചോദിക്കാതെ കറക്റ്റ് ആയിട്ട് ഉത്തരങ്ങൾ പറയാം. ഞാൻ ചോദിച്ചോട്ടെ, ഈ സ്ത്രീ ഇവിടെ കുളിക്കാൻ വരുന്ന സമയത്ത് ഈ സ്ത്രീയുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? സരോജിനി ചേച്ചി ഉണ്ടായിരുന്നു. സരോജിനി ചേച്ചി എന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ ഈ 7:30 സമയത്ത് നിങ്ങൾ എങ്ങനെ അതിനെ കണ്ടു? ഈ കഴുത്തിന്റെ പുറകിൽ ഒരു കാക്കപ്പുള്ളി ഉണ്ട് ചേച്ചിക്ക്. ഈ കണ്ണിനകത്ത് കൃഷ്ണമണി തന്നെയാണോ അതോ ക്യാമറയുടെ 4K ലെൻസാണോ? അല്ല, പവറാണോ ഇതിന്? ഈ പെൺകുട്ടി ഇവിടുന്ന് മിസ്സാകുന്ന സമയത്ത് ഈ പുള്ളിക്കാരി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ പുള്ളിക്കാരിയുടെ ഫുൾ ഡീറ്റെയിൽസ് അടുത്ത ആഴ്ച എന്റെ മേശപ്പുറത്ത് എനിക്ക്. സരോജിനി 35 വയസ്സ്, റബ്ബർ തോട്ടത്തിന്റെ അവിടുത്തെ 3ാമത്തെ പച്ച പെയിന്റ് അടിച്ച വീട്, ചെറിയൊരു മതിലുണ്ട്, അതെടുത്ത് ചാടരുത്, അവിടെ പട്ടിയുണ്ട്, അടുക്കള വശം ചെല്ലുക, അവിടെ അരകിൽ പോക്കുക, താക്കോലുണ്ട്, വെളിയോട്ട് വെക്കുക, 365 റൂം, 95444747 നമ്പർ. ഞാൻ അമ്മ തളർന്നു വീണപ്പോ 108 നമ്പർ മറന്നു പോയിട്ട് എന്നെ വിളിച്ചു നോക്കിയാ നാറിയ. ആ ചേച്ചിയുടെ ഫുൾ ഡീറ്റെയിൽ പഠിച്ചു വെച്ചോണ്ട് വന്നിരിക്കുക. ഒരു മെമ്പർ അല്ലേ, ഇതെല്ലാം നമ്മൾ നോക്കണ്ടേ? ഓക്കെ, എന്റെ ബലമായ സംശയം, നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്രീം ബിസ്ക്കറ്റാണോ? ക്രീം ബിസ്ക്കറ്റോ? പിന്നെ ക്രിക്കറ്റ് സ്റ്റേഡിയമോ? നമ്മളൊരു സ്റ്റേഡിയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എനിക്കറിയാം, ഞാൻ ഈ മറ്റേ ടിക്കറ്റീവാ, എനിക്കറിയാം ഈ സാധനം എങ്ങനെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് വലിയൊരു സ്റ്റേജിലാണ്. എന്റെ ബലമായ സംശയം, ഈ കൂടെ ഉണ്ടായിരുന്ന ഈ ചേച്ചിയുടെ കണ്ണൊന്ന് മാറിയപ്പോൾ ഈ പെൺകുട്ടി വെള്ളത്തിൽ വീണ് മരിക്കാനാണ് സാധ്യത. അല്ല, ഈ കുട്ടി നല്ലതായിട്ട് നീന്തുന്ന സ്ത്രീയാണ്. ആണോ? അത് ഞാൻ വർഷങ്ങളായിട്ട് കണ്ടോണ്ടിരിക്കുവല്ലേ. ആ സ്ത്രീ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കുളിക്കടവിൽ നിന്ന് അങ്ങേ അറ്റം വരെ നീന്തും, ഇങ്ങോട്ട് നീന്തും. അങ്ങനെ നല്ല, എന്തിനേറെ പറയുന്നു, 1/2 മണിക്കൂർ ശ്വാസം പിടിച്ച് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഈ പെൺകുട്ടി 1/2 മണിക്കൂർ ശ്വാസം പിടിച്ച് പൊങ്ങിക്കിടക്കുമ്പോൾ താങ്കൾ എന്ത് ചെയ്യും? ഞാൻ ശ്വാസം പിടിച്ച് ആ കാട്ടി പമ്മിക്കിടക്കും.
അപ്പം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ പരിപാടി. അല്ലല്ല. ഓക്കേ, ഇപ്പോൾ എനിക്ക് ഈ കേസിന്റെ ഒരു പകുതി ഭാഗം എനിക്ക് പിടികിട്ടി. ഈ പെൺകുട്ടി വെള്ളത്തിൽ വീണ് ചത്തുപോയതായിരിക്കില്ല, പിന്നെ താൻ കണ്ണു വെച്ച് കൊന്നതായിരിക്കും. അല്ലെന്ന് എന്റെ പൊന്നടാവേ, നിന്നെ സമ്മതിക്കണം. താൻ എന്നാ പുഴുങ്ങിയ മെമ്പറാ. ഇതെല്ലാം കേട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുക. അതെന്താ തല ചൊറിയുന്നേ? തലേ മുഴുവൻ പേനാണ്, പേൻ കടിച്ചിട്ട് തൊപ്പി മാറ്റിട്ട് ചൊറി. ഓ, ഞാൻ ആ കാര്യം മറന്നുപോയി. കടി മാറിയോ? ഇല്ല, കടി മാറുന്നില്ല. അങ്ങനെ പഞ്ചായത്തിന്റെ ഒരു എണ്ണയുണ്ട്, അത് മേടിച്ച് തേക്ക്. ഉറങ്ങുന്നതിന് മുമ്പ് തേച്ചാ മതി, മാറിക്കോളും. പേൻ ഉറങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണെന്ന് എനിക്കറിയോ? പേൻ ഉറങ്ങുന്ന സമയം അറിഞ്ഞാലേ തേക്കാൻ. അതല്ല, താൻ ഉറങ്ങുന്നതിന് മുമ്പ് തേക്കണോ? ഓ, അങ്ങനെയാണോ പറഞ്ഞത്? ഈ കേസ് എന്റെ കയ്യിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആകെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു കേസുമായിട്ട് ഞാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും ഞാൻ പറയാം. ഒരു കാര്യം, ഞാനൊരു 3-4 ചോദ്യങ്ങൾ മറന്നില്ല പടപടാന്ന് ചോദിക്കാൻ കറക്റ്റ് ആയിട്ട് പറയണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അസുഖമുള്ള ഒരു അച്ഛനുണ്ട്. അസുഖം ഇല്ലാത്ത വേറെ അച്ഛൻ കാണുമോ? ഇല്ല. പിന്നെ അസുഖമുള്ള ഒരു അച്ഛനുണ്ട്. ഓ, അങ്ങനെ. അമ്മ നേരത്തെ പോയി. ഇച്ചിരി നേരത്തെ വരുമായിരുന്നു, അതങ്ങ് കാണാമായിരുന്നല്ലോ. അമ്മ കുളി കഴിഞ്ഞല്ല, നേരത്തെ മേളിലോട്ട് പോയി. ഓ, മേളിലോട്ട് പോയല്ലേ? പിന്നെ അവര് വന്ന് കുടിയേറി പാർത്തവരാ. ഞാൻ ആ റേഷൻ കാർഡൊക്കെ റെഡിയാക്കി കൊടുത്തു. ഓക്കെ. നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയായിരുന്നു. അതാ ഞാൻ പറഞ്ഞു ചോദിക്കുന്നത്, എന്തുമാത്രം വിദ്യാഭ്യാസം അവർക്കുണ്ട്? ഭയങ്കര വിദ്യാഭ്യാസമായിരുന്നു. അപ്പോൾ എത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ടാകും? അവരിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ആ വിദ്യാഭ്യാസം ഇല്ല. ആദ്യം നിങ്ങൾ പറഞ്ഞു വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് വിദ്യാഭ്യാസം ഇല്ലെന്ന്. അവരെന്തുമാത്രം വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയാനുള്ള വിദ്യാഭ്യാസം എനിക്കില്ല. ഓക്കെ. ഞാൻ വേണമെങ്കിൽ അത് വരച്ച് കാണിക്കാം. കാണിക്കൂ. എല്ലാ ഡീറ്റെയിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കേസ് ഏകദേശം ഈ ഇങ്ങനെ വരും. സത്യ വിദ്യാഭ്യാസം ഇല്ല കേട്ടോ എനിക്കോ? അല്ല, ഇത് ബാക്കിയുള്ള വിദ്യാഭ്യാസം എനിക്കില്ലെന്ന് പറയുമോ? ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു പണിയും ഉള്ളെങ്കിൽ എന്താണ്? ഈ കേസ് എങ്ങനെയും കണ്ടുപിടിച്ചാ പോരെ? ഇതെങ്ങനെ ഇപ്പൊ കാര്യം കണ്ടുപിടിക്കാൻ പറ്റൂ? ഇപ്പൊ കണ്ടുപിടിക്കുന്ന കാര്യം ഞാൻ ആലോചിക്കുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു സംഭവത്തെ കുറിച്ച് നിന്നെ കൊണ്ടുകൊണ്ട് പറ്റത്തിലേക്ക് വേണ്ട. വേറെ ആൾ വന്നിട്ടുണ്ട്. ആര് പേര് വന്നിട്ടുണ്ട്? ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. പിന്നെ എന്റെ അത്ര ഉജ്ജ്വലൊന്നും ഈ ലോകത്ത് വേറെ ആരും ഇല്ല പോനെ. നിന്നെ കൊണ്ട് പറ്റത്തില്ല. ബാ, ഞാൻ കാണിച്ചു. ആരാ? ചേട്ടായി വന്നേട്ടാ. ഉജ്ജ്വലൻ നല്ലൊരു കൈയടി കൊടുത്ത് ചേട്ടൻ. ഇതിന് ഭയങ്കര അഹങ്കാരം. ഞാൻ അതൊന്ന് ചോദിക്കണമല്ലോ. ഇവിടെ ഇരിക്കും, ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കേ. അമ്മയൊക്കെ ഇപ്പൊ വരും. കാപ്പി വല്ലതും വേണോ? ഇരിക്കും. സ്ഥലം മേടിക്കാൻ വന്നോളൂ. പുള്ളി ഇതെല്ലാം തട്ടി നോക്കുന്നു. ഞാനൊരു കാര്യം ചോദിച്ചിട്ട് സഹോദരൻ, നിങ്ങൾ ഈ ഉഗ്രൻ ഉജ്ജ്വലൻ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ന്യായമായിട്ട് പൈസ കിട്ടും. ഞങ്ങൾ രണ്ടുപേരോട് ഇവിടെ കിടന്ന് തല കുത്തി മറിഞ്ഞിട്ട് ഞങ്ങൾക്ക് വല്ലതൊക്കെ കിട്ടുമോ? ഈ പുള്ളിയെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പുള്ളിയെ ഇവിടെ വരുത്തിയില്ല. കോട്ടയം വീഞ്ഞ്. കോട്ടയം നസീർന്നല്ലേ? പുള്ളി പഴകുന്തോറും വീര്യം കൂടുന്ന ഐറ്റമാണ് ഈ കോട്ടയം നസീർ. ഇപ്പൊ എത്ര സിനിമകളിലാണെന്നറിയോ ഓരോരോ വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. പേരെന്താ പറഞ്ഞത്? ഉജ്ജ്വലൻ. ഈ ഞാനൊരു വേറെ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ പല കേസുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പുള്ളി എന്തോ വർക്ക് ചെയ്യുന്ന എവിടെയാ? വിവരക്കേട് പറയാ. സിനിമാ താരമാണ്. ആണോ? പിന്നെ ഞാൻ എന്റെ 30 ദിവസവും സിനിമ ഉണ്ടെങ്കിൽ 30 ദിവസം ഒരു മാസം ഉണ്ടെങ്കിൽ ഓരോ ദിവസം വെച്ച് ഓരോ സിനിമ റിലീസാ. നിങ്ങളുടെ അവിടെ എന്ത് പറയും? അത് സിനിമയെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനല്ലേ. ഞങ്ങളവിടെ വേറെ പറയുന്നത് ക്യാമറ കൊതി എന്ന് പറയും. പിന്നെ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഉള്ള സത്യം എന്നോട് പറയണം. ഞാനിപ്പോ ഇവിടെ പുഴുത്ത് അതിനപ്പുറം പുഴുത്തിരിക്കുക. നിങ്ങൾ എങ്ങനെ കേസൊക്കെ കണ്ടുപിടിക്കുന്നു ഒന്ന് പറഞ്ഞുതരോ? ഞാൻ ശരിക്കും ഡിറ്റക്റ്റീവ് അല്ല, സിനിമ നടന. അല്ലല്ല, അങ്ങനെ പറയല്ലേ. അങ്ങനെ പറയരുത്. നിങ്ങൾ ഡിറ്റക്റ്റീവ് ആണെന്നും പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയും ടീമായിട്ട് ഇവിടെ വന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾ എങ്ങനെ കേസ് കണ്ടുപിടിക്കുന്നത് എന്നോട് പറഞ്ഞാൽ മതി. എടാ, നിന്നെ കൊണ്ട് പറ്റത്തിലേക്ക് വേണ്ട. അല്ല, ഇയാള് വലിയ കാര്യം അങ്ങനെ പറയല്ലേ. എന്റെ അച്ഛനുണ്ട്, വിളിക്കട്ടെ? എല്ലാത്തിനും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. അച്ഛനും മോനോടും കളിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പുള്ളി എന്തൊക്കെ പറഞ്ഞോണ്ട് ഈ പുള്ളി ഇങ്ങോട്ട് വിളിച്ചേ. എനിക്ക് ഭയങ്കര ഡിറ്റക്റ്റീവ് ഉണ്ട്, ഇങ്ങോട്ട് വന്നു കഴിയാൻ നേരത്തെ ഒന്ന് മറിച്ചിടുമെന്ന്. ഇപ്പൊ രണ്ടും കൂടെ അവിടെ പിടിച്ചിരിക്കുക. ഒരു കാര്യം ചെയ്യും. എന്നാ കണ്ണാടി അതേ കോട്ടൊക്കെ പിടിച്ചോ. അതല്ലോ നേരത്തെ അന്വേഷിച്ച് ഈ കേസ് ഞാൻ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിന് കൈമാറുകയാണ്. അതുകൊണ്ട് നിങ്ങള് കൈമാറുവോ ഈ കേസ് കണ്ടുപിടിക്കുവോ എന്താന്ന് വെച്ചാൽ ചെയ്തു. 5 മണിക്ക് മുമ്പായിട്ട് ഞാൻ ആ സ്ത്രീയെ കണ്ടുപിടിച്ചിരിക്കും അല്ലേ ഉജ്ജ്വല? നിങ്ങൾ രണ്ടുപേരും ഞാൻ ഇപ്പോഴും പറയുന്നു, ആണുങ്ങളാണെങ്കിൽ ഈ കേസ് കണ്ടുപിടിച്ച് ഈ പെൺകുട്ടി ഒന്ന് കണ്ടുപിടിച്ചതാ. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെ ഏറ്റിട്ടുണ്ടെങ്കിൽ ഇന്ന് 5 മണിക്കുള്ളിൽ ഈ കേരളത്തിന്റെ ഏത് ഭാഗത്തുണ്ടായാലും അവളെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. കേരളത്തിൽ കിടന്നല്ലേ കറങ്ങുള്ളൂ, കേരളത്തിന്റെ വെളിയിലോട്ട് എന്തായാലും വരുമല്ലോ. അതിനൊക്കെ അങ്ങനെ അറിയാം. പിന്നെ അവളെ അടിച്ചോണ്ട് ചെന്നൈ പോയി താമസിക്കാൻ പോകുന്നത് ഞാനല്ല. അപ്പൊ എന്റെ കാര്യം എനിക്കറിയാം. നിങ്ങൾ പോരാതെ നീ എന്തിനാ അവിടെ പോയി നിൽക്കുന്നേ? നിങ്ങൾ കേസ് അന്വേഷിക്കും, ഞങ്ങൾ ഈ സിനിമയുടെ പ്രൊമോഷൻ പറയാം അല്ലേ? എന്നാ ചെയ്യാൻ വേണ്ടിട്ടാ? എന്തോ ചെയ്യുന്നു പറ. ഇത്രയുള്ള കഴിഞ്ഞ